ശാന്തസുന്ദരമായ ഒരു സ്ഥലം എന്നേ അതിന് പറയാനുള്ളൂ. വളരെ ഗ്രാമീണമായ ഒരു അന്തരീക്ഷമാണ്. അവിടെ ചെറിയ ചെറിയ പ്ലോട്ടുകളായിട്ട് കൊടുക്കാനായിട്ട് സ്ഥലം തയ്യാറാക്കിയിട്ടുണ്ട്. വീഡിയോയിൽ വിശദമായിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. എങ്ങനെ സ്ഥലം ഒക്കുപ്പൈ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് അവിടെ തന്നെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. പ്രൈം റിയാലിറ്റിയിലേക്ക് സ്വാഗതം. എല്ലാവരും നമ്മുടെ വീഡിയോ കാണാൻ വളരെ ആകാംക്ഷാഭരിതരാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആണല്ലോ അല്ലേ? എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത്, നമ്മൾ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയ ആൾക്കാരാണ്. നമുക്ക് നല്ല ഒരു വീട് വെച്ച് താമസിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. സ്വാഭാവികമാണത്. വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകരുത്, മണ്ണ് ഒലിച്ചു പോകരുത്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തൊരു വീട് വെക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? അങ്ങനെയാണല്ലോ നമ്മളെ പണ്ട് തൊട്ടേ നമ്മുടെ ഒരു മനസ്സിൽ കിടക്കാൻ ചിന്ത ചെയ്താൽ ഇതിനാണ് നമ്മൾ പോയി കാശുണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നവർക്ക് പറ്റിയ പ്ലോട്ടുകൾ കിട്ടാൻ അത്ര എളുപ്പമൊന്നുമല്ല. നമുക്ക് നല്ല ഒരു വീട് വെച്ച് താമസിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. സ്വാഭാവികമാണത്. വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകരുത്, മണ്ണ് ഒലിച്ചു പോകരുത്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തൊരു വീട് വെക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? അങ്ങനെയാണല്ലോ നമ്മളെ പണ്ട് തൊട്ടേ നമ്മുടെ ഒരു മനസ്സിൽ കിടക്കാൻ ചിന്ത ചെയ്താൽ ഇതിനാണ് നമ്മൾ പോയി കാശുണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നവർക്ക് പറ്റിയ പ്ലോട്ടുകൾ കിട്ടാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഇപ്പൊ കുട്ടനാട്ടിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ആ വെള്ളത്തിന്റെ ശല്യം ഭയങ്കര പ്രശ്നമായിട്ട് പലപ്പോഴും തോന്നും. ഇച്ചിരി കരഭൂമിയിലേക്ക് വരാമെന്ന് വെച്ചാലോ പറ്റിയ ഒരു സ്ഥലം വേണം, താനും വെള്ളവും കിട്ടണം, സൗകര്യങ്ങളും വേണം. അത് അങ്ങനെയൊക്കെ നമ്മളെ ആഗ്രഹമില്ല, പല ആഗ്രഹങ്ങളാണല്ലോ നമുക്കുള്ളത്. അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു ഹൗസ് പ്ലോട്ടിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് പറയുന്നത്. കോട്ടയം ജില്ലയിൽ തന്നെ ചങ്ങനാശ്ശേരി താലൂക്കിലെ വാകത്താനം വില്ലേജിന്റെ അതിർത്തി ഭാഗത്ത്, അതായത് വാകത്താനവും കറുകച്ചാലും മാടപ്പള്ളിയും കൂടെ ചേരുന്ന ഒരു ഭാഗമുണ്ട്. പാലമറ്റത്തിനടുത്തുള്ള ഊന്നുകൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ പ്ലോട്ട് ഉള്ളത്. വഴിയുടെ സൗകര്യമുണ്ട്. ചങ്ങനാശ്ശേരി ഇന്ന് നേരെ വാഴൂർക്കുള്ള റോഡാണ് പ്രധാനമായിട്ടും ഇവിടെ ആക്സസ് ആയിട്ടുള്ളത്. അവിടുന്ന് കുറച്ചുള്ളിലേക്ക് കയറി വരണം. പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലം എന്നേ അതിന് പറയാനുള്ളൂ. വളരെ ഗ്രാമീണമായ ഒരു അന്തരീക്ഷമാണ്. അവിടെ ചെറിയ ചെറിയ പ്ലോട്ടുകളായിട്ട് കൊടുക്കാനായിട്ട് സ്ഥലം തയ്യാറാക്കിയിട്ടുണ്ട്. വീഡിയോയിൽ വിശദമായിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. എങ്ങനെ സ്ഥലം ഒക്കുപ്പൈ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് അവിടെ തന്നെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. കാണുമല്ലോ, കണ്ടാൽ മാത്രം പോരാ കേട്ടോ. ഇത് നമുക്കൊത്തില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണ്ടേ? നമ്മുടെ സുഹൃത്തുക്കളല്ലേ, ബാക്കി ആൾക്കാരുണ്ടല്ലോ, അല്ലെ ബന്ധുക്കൾ കാണും, ആർക്ക് വേണേലും വരാം. ഇത്ര മണ്ണായമുള്ള സ്ഥലം, മണ്ണായം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു ഭാഷയാണ് കേട്ടോ. മണ്ണായം എന്ന് വെച്ചാൽ മണ്ണാണ്, പാറയില്ലാത്ത ഒരു സ്ഥലമാണിത്. പാറയുടെ പുറത്തല്ല, അല്ലാതെ നല്ല മണ്ണ് കെട്ടിയുള്ള സ്ഥലമാണിത്. ഇവിടെ വീട് വെക്കാൻ നല്ല രസമാണ്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് വെക്കാം നല്ലവണ്ണം നല്ല വീടുകൾ, വടക്കോട്ട് ദർശനമായിട്ട് വെക്കാനുള്ള സൗകര്യമുണ്ട്, കിഴക്കോട്ട് ദർശനമായിട്ട് വെക്കാനുള്ള സൗകര്യമുണ്ട്, വഴിയുണ്ട് കോമൺ ആയിട്ട്. ഒന്നും പ്രത്യേകിച്ച് അന്വേഷിച്ച് എങ്ങും പോകണ്ട. ചങ്ങനാശ്ശേരി ടൗണിൽ നിന്ന് വളരെ അടുത്തുമായി സംഗതി. ചങ്ങനാശ്ശേരി നാണ്ട് ഒരു 10 കിലോമീറ്റർ വന്നാൽ മാമൂട് എന്ന് പറയുന്ന ഒരു സ്ഥലം, മാമൂട്ടിൽ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് മുമ്പോട്ട് കയറി വന്നാൽ മതി ഈ സ്ഥലത്തെത്താനായിട്ട്. അത്രയും സൗകര്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ചില മറ്റ് സംഗതികളില്ലേ? പഠിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് പോകണം. ഇവിടെയുള്ള ഏറ്റവും പ്രമുഖ സ്കൂളുകളിലെ വണ്ടികളൊക്കെ ഇതിന്റെ തൊട്ട് താഴെയുള്ള ബസ് സ്റ്റോപ്പിൽ വരെ വരുന്നുണ്ട്. തൊട്ട് താഴെയുള്ള ബസ് സ്റ്റോപ്പിൽ. അതായത് അതിനൊന്നും അധികം ബുദ്ധിമുട്ടാനില്ല. കുട്ടികൾ പോയിട്ട് വരാൻ സൗകര്യമുണ്ട്. അവർക്ക് തന്നെ വേണേ കയറി വരാനുള്ളതേ ഉള്ളൂ ഈ ദൂരം. ക്ഷേത്രങ്ങളുണ്ട്, ദേവാലയങ്ങളെല്ലാം ഉണ്ട്. ഒരു കത്തോലിക്ക പള്ളി ഇവിടുന്ന് 1.5 കിലോമീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ മാറി ഉണ്ട്. പിന്നെ ഇവിടെ അടുത്ത് കറുകച്ചാൽ എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ട്. അവിടെയാണ് സ്കൂളുണ്ട്. +2 വരെ പഠിക്കാനായിട്ട് വേറെ എങ്ങും അന്വേഷിച്ച് പോകണമെന്നില്ല, സൗകര്യമായിട്ട് പഠിക്കാൻ പറ്റും. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ടൗണാണ് ഈ കറുകച്ചാൽ. ചെറിയ ഹോസ്പിറ്റൽ 2-3 ഉണ്ട്. അത്യാവശ്യം അവിടെ കൊണ്ട് തീരാനുള്ള കാര്യങ്ങൾക്ക് സൗകര്യമായി. പിന്നെ ഇനി സൂപ്പർ സ്പെഷ്യാലിറ്റികളുടെ ഒരു നാടാണ്. തിരുവല്ലാരിട്ട് പോയാൽ ബിലീവേഴ്സ് ചർച്ച് ഉണ്ട്, മുത്തൂറ്റുണ്ട്, കോഴഞ്ചേരിക്ക് പോയാൽ മെഡിസിറ്റി ഉണ്ട്, പാലായിക്ക് പോയാൽ എങ്ങോട്ട് വേണേലും പോകാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഈ മെയിൻ റോഡ് അത്രയും അടുത്തായിട്ടുള്ളത് കൊണ്ട് നമുക്കുണ്ട്. ഇത്രയൊക്കെ സൗകര്യം പോരെ നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് ജീവിച്ചു പോകാനായിട്ട്? ശ്രമിച്ചു നോക്കുക. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടി വിൽക്കാൻ, മനോഹരമായ ഒരു പ്ലോട്ട് കണ്ടിരിക്കുക. 70 സെന്റ് സ്ഥലമുണ്ട്. ഇത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി താലൂക്കിലാണ്. സാറേ, ഇത് ഏത് പഞ്ചായത്താണ്? ഇത് വരുന്നത് വാകത്താനം പഞ്ചായത്തും മാടപ്പള്ളി വില്ലേജും. ശരി.
വാകത്താനം പഞ്ചായത്ത് മാടപ്പള്ളി വില്ലേജ് ആണ്. കറുകച്ചാലിനോട് ചേർന്ന് പോകണം. കറുകച്ചാൽ തൊട്ടപ്പുറത്ത് വരെ കറുകച്ചാലിന്റെ മാടപ്പള്ളിയുടെ ബൗണ്ടറി. അതെ അതെ. അപ്പൊ ഇത് ഇപ്പൊ നമ്മുടെ ഒരു മെയിൻ റോഡ് ഇത് താഴെ കൂടെ, അതായത് കറുകച്ചാൽ പാലമറ്റം റോഡിൽ ഊന്നുകൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് 200 മീറ്റർ ഏത് വണ്ടിക്കും പോകാനുള്ള റോഡ് ആക്സസ് ഉണ്ട്. രണ്ടാമത് ഈ ഭൂമിയുടെ വിശേഷം ഇത് നോർത്ത് ഫേസ്ഡ് ആണ്. വടക്കോട്ട് ഈ വാസ്തുവൊക്കെ നോക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമാണ്. വടക്കോട്ടും കിഴക്കോട്ടുള്ള ദർശനമൊക്കെ വളരെ പ്രധാനമാണ്. പിന്നെ ഈ നടുക്കോട്ടിരിക്കുന്ന വഴി ഇപ്പൊ ഇങ്ങനെ മണ്ണായിട്ടിട്ടെങ്കിൽ ഇത് കോൺക്രീറ്റ് ചെയ്ത് അങ്ങ് വരെ കൊടുക്കുന്നതാണ്. മനസ്സിലായി? ശരി. അപ്പം വഴി കോൺക്രീറ്റ് ചെയ്യും. ഈ വഴി കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കും. വഴി കോൺക്രീറ്റ് എത്രയടി വീതിയില്ല സാർ ഉദ്ദേശിക്കുന്നത്? ഇത് 11 അടി വീതി. അതിന്റെ ആവശ്യമുള്ളൂ. കാരണം വേറെ ഇത്രയും സ്ഥലമല്ലേ ഉള്ളൂ. വേറെ വണ്ടി ഓപ്പോസിറ്റ് വരാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. 2-3 വീടുകളെല്ലാം. അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ വാസ്തുവിന്റെ സൗകര്യം ദർശനവും കിഴക്ക് ദർശനമാണ്. ഇത് ഇങ്ങോട്ട് വെച്ച കിഴക്കാ. ഇങ്ങോട്ട് ഈ സൈഡിൽ ഇരിക്കുന്ന വീടുകളിൽ എവിടെ വെച്ചാലും കിഴക്കോട്ട് ദർശനം കിട്ടും. ഇവിടെ എല്ലാം വടക്കോട്ട് ദർശനം. അങ്ങനെ എല്ലാം ഇണങ്ങി വസ്തു കിട്ടുന്ന ബുദ്ധിമുട്ടാണ്. പിന്നെ ഇഷ്ടം പോലെ വെള്ളം, പിന്നെ ഏരിയ കിട്ടും. നല്ല സൂപ്പർ ഏരിയ. പിന്നെ പള്ളിയിൽ പോകണമെങ്കിൽ രാജമറ്റം 1.5 കിലോമീറ്റർ രാജമറ്റം ചങ്ങനാശ്ശേരി അതിരൂപതയിൽ രാജമറ്റം തിരുഹൃദയപ്പള്ളി. പിന്നെ ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ ഇവിടെ പാലമറ്റം അത്രേ ദൂരമുള്ളൂ. അല്ല അതിനല്ല, പിള്ളേർക്കൊക്കെ സ്കൂൾ ബസ് ഇറങ്ങിയാൽ വെറുതെ നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. സ്കൂൾ ബസ് അതാണ് എല്ലാവരും നോക്കുന്നത്. ഒരു വീട് വെക്കുമ്പോൾ മക്കൾക്ക് സ്കൂൾ വണ്ടിയാണല്ലോ എല്ലാവരും. അപ്പൊ സ്കൂൾ വണ്ടി നിർത്തുന്ന സ്റ്റോപ്പിൽ നിന്ന് എത്ര ദൂരമുണ്ട്. അപ്പൊ വണ്ടി വരുന്ന ഒരു 5 മിനിറ്റ് മുമ്പ് അങ്ങോട്ട് ഇറങ്ങിയ സ്കൂൾ വണ്ടി വരുന്ന സ്റ്റോപ്പിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ ഇത് തന്നെയല്ല, ചങ്ങനാശ്ശേരി വാഴൂർ റോഡിൽ നിന്ന് നമ്മളാ മാമൂട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് പാലമറ്റം വഴിയാണ് കൊച്ചു റോഡ് വഴി പാലമറ്റം കറുകച്ചാൽ പോകുന്ന വഴിയാണ് ഇത്. അങ്ങനെ ബജറ്റാണ് പ്രധാനം. ഇത് ഏറ്റവും ടോപ്പ് പ്ലോട്ട് 1.5 രൂപയേ ഉള്ളൂ. പുറകോട്ട് വരുന്നതോറും ആവശ്യമായിട്ട് നമ്മൾ കുറച്ച് കൊടുക്കും. അത് വരുന്നത് ബേസ്ഡ് ഓൺ ദ പാർട്ടി. സൗകര്യം എന്താ വെച്ചാൽ സെന്റിന് 1.5 ലക്ഷം രൂപയേ ഉള്ളൂ. അതായത് ചങ്ങനാശ്ശേരി ടൗണിൽ നിന്ന് നമ്മളെ കറുകച്ചാലിന് വരുന്ന വഴിക്ക് ഇത്രയും കയറി വരിക എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി നാടൊരു 10 കിലോമീറ്റർ ഉള്ളൂ സാറേ. അത്രേ ഉള്ളൂ. 10 കിലോമീറ്ററേ ഉള്ളൂ ചങ്ങനാശ്ശേരി ടൗണിൽ നിന്ന് ഇവിടെ വരെ എത്താനായിട്ട്. അതല്ല, ചുറ്റുപാട് നോക്കി ഏരിയ പ്രധാന കൺജസ്റ്റഡ് അല്ല, വെള്ളത്തിന് പ്രശ്നമില്ല. ഫൈനാൻഷ്യലി സാമാന്യം സൗണ്ടായ ആൾക്കാർ മാസം താമസിക്കുന്ന സ്ഥലമാണ്. അതൊക്കെ അത് മാത്രമല്ല, വെള്ളത്തിനും പ്രശ്നമില്ല. വെള്ളത്തിനൊരു പ്രശ്നമില്ല. മണ്ണായ ഉള്ള സ്ഥലമാണ്. നല്ല മണ്ണായ കല്ലില്ല. അപ്പൊ ഏറ്റവും അനുയോജ്യമായിട്ടൊരു പ്ലോട്ടാണ്. 2-3 പ്ലോട്ടുകൾ ആകെ ശരിക്കും പറഞ്ഞാൽ ആകെ കിട്ടുന്നത് 15 വീതം രണ്ടും പോയിട്ടൊരു 4 പ്ലോട്ട് 10 കിട്ടും. 4 പ്ലോട്ട് മാത്രമേ ഉള്ളൂ. 15ന്റെ 2 പ്ലോട്ടും 10ന്റെ 2 പ്ലോട്ടും ആയിട്ട് 4 പ്ലോട്ട് 30-ഉം 10-ഉം 40 കിട്ടണ്ടേ? 4-10 ശരി. അതെ, 4-10 കൊണ്ട് 15ന്റെ ഫ്രണ്ട് പ്ലോട്ട് 2-15 വരും. അത് ഏറ്റവും സൗകര്യമാണ്. കാര്യം എന്താ ചോദിച്ചാല് ചെറിയ പ്ലോട്ടുകളായിട്ട് തിരിച്ച് ഇനി ഞങ്ങൾക്ക് ബിൽഡിംഗ് ഉള്ളതുകൊണ്ട് ചെറിയ പാർട്ടികൾ വന്ന വീട് ബിൽഡ് ചെയ്തും കൊടുക്കും. ഓ ശരി, അത് അവർക്ക് തന്നെ പണിയാൻ അവർക്ക് പണിയാൻ. അതായത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം പല ജോലിക്കാർക്കും ഈ വീട് സമയമുള്ള സമയമില്ല. ഇപ്പൊ ഞങ്ങള് ബിൽഡേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെല്ലാം ആക്സസ് ഉണ്ട്. ഇച്ചിരി കട്ടക്കോ സിമെന്റിനോ ഒന്നിനും കോൾ വരും. പക്ഷെ ഇവര് ആദ്യമായിട്ട് ബിൽഡ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ അവർക്ക് ഒരുപാട് വലിയ പ്രശ്നങ്ങളാണ്. ഇതിപ്പോ ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമില്ല. പ്രൊഫഷണൽ പെർമിഷൻ തുടങ്ങി എല്ലാം ഹോസ്പിറ്റലിൽ ഇവിടെ അടുത്ത് ഹോസ്പിറ്റലാണല്ലോ. അത് ഏറ്റവും പ്രധാനമാണല്ലോ. ഇവിടെ 2 ഹോസ്പിറ്റല്, ഒരു മാർക്കറ്റ് അല്ല. ഇപ്പൊ ഈ കറുകച്ചാലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കറുകച്ചാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നതിന്റെ കാര്യം ഒന്ന്, എത്ര 2018 വെള്ളത്തിൽ പോലും ഒരു വീട്ടിൽ പോലും 1/4 ഇഞ്ച് വെള്ളം കയറാത്ത സ്ഥലം. ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന സ്ഥലം. പിന്നെ ഇപ്പൊ ഒരു സത്യം പറഞ്ഞ റിട്ടയർഡ് ആയ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചുള്ള അവന് പെൻഷൻ കിട്ടണമെങ്കിൽ, അങ്ങേർക്ക് പെൻഷൻ കിട്ടണമെങ്കിൽ ട്രഷറി പോകണമല്ലോ. 10 രൂപ കൊടുത്താൽ ട്രഷറിയുടെ വാതിക്കൽ ഇറങ്ങാൻ പറ്റും. അവിടെ തന്നെ ബാങ്കുകളെല്ലാം നാഷണലൈസ്ഡ് ബാങ്കുകൾ തന്നെ എത്രയാണ് അപ്പുറം ഇപ്പോഴും എല്ലാം നടക്കാനുള്ള ദൂരം. എല്ലാ സൗകര്യം. അതുപോലെ തന്നെ ഈ മിനി സിവിൽ സ്റ്റേഷനിൽ ചെന്നാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഗവൺമെന്റ് കാര്യങ്ങളും, സബ് രജിസ്ട്രാർ ഓഫീസ്, എഡ്യൂക്കേഷൻ ഓഫീസ്, കൃഷി ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, ഇലക്ട്രിസിറ്റി ഓഫീസ്, സബ് ട്രഷറി, ഇതെല്ലാം ഈ മിനി സിവിൽ സ്റ്റേഷൻ. ഇവിടെ ഇലക്ട്രിസിറ്റി അതിലത്തെ അവിടെ ഇവിടെ വരുമ്പം അത് മടപ്പള്ളി ആയിരിക്കും. കറുകച്ചാലിൽ
വരുമ്പോ കറുകച്ചാലിനെ സംബന്ധിച്ചോളം അവിടെയാണ്. ഇപ്പൊ അടയ്ക്കാൻ എവിടെ വേണം അടയ്ക്കാം. സൗകര്യമായി പോയി. അതിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പോസ്റ്റ് ഓഫീസ് ഉണ്ട്. എല്ലാ ഒരു മനുഷ്യനെ കഴിഞ്ഞുകൂടാൻ പറ്റുന്ന എല്ലാ അത്രയും സാഹചര്യങ്ങളിൽ ഇതിന്റെ വില വളരെ അപേക്ഷികമാണ്, വളരെ മാന്യവും ന്യായവും. തന്നെയല്ല ഫ്രണ്ടേജിനല്ലേ 1.5 പറയുന്നത്. ഫ്രണ്ടേജ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ആപേക്ഷികമായിട്ട് 1.5 ലക്ഷം രൂപ പറയുന്നത് ഫ്രണ്ടിലുള്ള 2 പ്ലോട്ടിനേ ഉള്ളൂ. പിന്നെ ബാക്കിലോട്ട് വരും തോറും ബേസ്ഡ് ഓൺ പാർട്ടി നമ്മളൊരു വില ചോദിക്കുക, അവർ ന്യായമായിട്ട് പറഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കും. നമ്മൾ മുറുകെ പിടിക്കുന്നില്ല. അല്ല, നമുക്ക് വയബിലിറ്റി ഉണ്ട്, അതായത് എന്നും പറഞ്ഞ് നമുക്ക് നഷ്ടപ്പെടാതെ നമ്മൾ ചെയ്യാൻ പറ്റും. ഇത്ര സൗകര്യങ്ങളുണ്ട് ഇവിടെ. അതിനല്ല, ഈ കൺജസ്റ്റഡ് അല്ല, ഒരു വീടിന്റെ മുറ്റത്തൊന്നും അല്ല, വളരെ അകലെ. എന്നാൽ നെയ്ബറിംഗ് ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. അതെ, ഇത് മുഴുവൻ പഴയ ആൾക്കാരുടെ കൃഷിയായിരുന്നു. വലിയ പിന്നെ പ്ലോട്ടുകളായിരുന്നു കിടന്നത് മുഴുവൻ. അതൊക്കെ പിന്നെ വീതം വെച്ച് വന്നപ്പോ ചെറിയ പ്ലോട്ടുകളായി വീതം കൊടുക്കുക. പഴയ വീട്ടുകാരെ മക്കൾക്ക് വീതം കൊടുത്തു, ഇഷ്ടദാനം കൊടുത്തത് വന്ന് അവര് കൊടുക്കുന്ന അപ്പുറത്തേം കൊടുത്ത ഇതും കൊടുത്ത ഇനി അപ്പുറത്തേ കൊടുക്കുന്നില്ല. അത് മോഹൻചാണ്ടിന്റെ ചെയ്യാൻ പറ്റില്ല. ആരും നോക്കാനില്ല. എല്ലാരും നാട്ടിൽ നിന്ന് വെളിയിൽ പോയിരുന്നോണ്ടേ ഇതൊന്നും കൃഷി നോക്കാൻ ആളില്ല. കൃഷി നാട്ടിൽ സ്ഥലം കിടന്നാൽ അത് തന്നെയല്ല, ഇപ്പൊ 70 സെന്റിലൊക്കെ കൃഷി ചെയ്താൽ ഒന്നും കിട്ടാനുമില്ല. അതെ, പൈസ പോലും അതെ. കൃഷിയുടെ ചെലവ് കൂടുതലും ആദായം സീറോയും. അപ്പൊ അതാണ് പ്ലോട്ട് ചെയ്ത് പോകുന്നത്. ഇപ്പൊ ഒരു ലോ ബഡ്ജറ്റ് പാർട്ടി ഒരു 35 രൂപയ്ക്ക് വരെയുള്ള വീട് നമ്മൾ ഇതിനകത്ത് ചെയ്തു കൊടുക്കാൻ പറ്റും. വീടും ഒരു 8 സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടും ധാരാളം ചെറിയൊരു പാർട്ടിക്ക് ചെയ്തു. അത് ലോൺ ആക്സസ് ഉണ്ട്, എല്ലാം ഉള്ള ലോൺ കിട്ടും. അതിനെല്ലാം ഡോക്യുമെന്റ് വേണമല്ലോ. ഇപ്പൊ ഇവിടെ SBI പോലൊരു ബാങ്കില് നമ്മളൊരു ലോൺ ചെയ്യാൻ 30 വർഷത്തെ ഈസി അവർ നോക്കും. ശരി, അപ്പൊ 30 വർഷത്തെ ഈസി നോക്കുമ്പോൾ 30 വർഷം പുറകോട്ടുള്ള ആധാരങ്ങളെല്ലാം വേണ്ടേ? അത് പല ഡോക്യുമെന്റിനും കാണുകയില്ല. ഇതിന് പക്ഷേ ഒരാധാരം മതിയാവും. ഇതിനകത്തുണ്ട്. ഈ 30 വർഷത്തെ ഒരാളുടെ കയ്യിൽ തന്നെ ഭാഗോടമ്പടി ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ട് ഈ 30 വർഷം പുറകോട്ടുള്ള ഈസി നമുക്ക് കാണിക്കാൻ പറ്റും. ബുദ്ധിമുട്ടൊന്നുമില്ല ലോണൊക്കെ ചെയ്യണമെങ്കിൽ. അതിനല്ല ഇത് അതൊരു വലിയ പ്ലസ് പോയിന്റ്. അല്ല, പലതിനും ഇല്ല. നമ്മളിത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതുകൊണ്ട് ചിലത് ചെല്ലുമ്പോ ഇപ്പൊ ചില ബാങ്കുകൾക്ക് വേണ്ട. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, HDFC ബാങ്ക്, അങ്ങനെയുള്ള ബാങ്കുകൾ 15 വർഷത്തേക്ക് നോക്കും, 20 വർഷം വരെയൊക്കെ നോക്കും. പക്ഷേ SBI, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് 36 വർഷം നോക്കും. SBI 30 വർഷം നോക്കും. കാനറ ബാങ്ക് 30 വർഷം നോക്കും. അപ്പൊ അത്രയും ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ലോൺ വെക്കുന്ന സമയത്ത് കോപ്പി വെച്ച് ആപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷെ ലീഗൽ പാസ് ആണെങ്കിൽ ഈ ഒറിജിനൽ അവരെ ആ സമയത്തൊന്നും കൊണ്ട് കാണിക്കണം. അപ്പൊ ഇതിന്റെ കുഴപ്പമെന്ന് വെച്ചാല് ഒരു 10 ഏക്കർ സ്ഥലം ഇങ്ങനെ ഭാഗോടമ്പടി ചെയ്ത് പോയെന്ന് വെച്ചു. ഇതിന്റെ ആരുടെ അതിന്റെ ഒറിജിനൽ ഇരിക്കുന്ന ആർക്കും അറിയാൻ പറ്റില്ല. അപ്പൊ അതെന്ത് ചെയ്യും? അങ്ങനെ വരുമ്പോഴാണ് ഇതിനകത്തുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് 61 ഇതിന്റെ ആദ്യത്തെ നടന്നിരിക്കുന്നത്. 61 വരെ ഉള്ളതാണെങ്കിൽ ഇപ്പൊ ഒറിജിനൽ ഇല്ലേ പോലും സർട്ടിഫൈഡ് കോപ്പി വെച്ച് ചെയ്യാൻ ഒരു പ്രൊവിഷൻ ഉണ്ട്. സർട്ടിഫൈഡ് കോപ്പി വെച്ചാൽ മതി, വെച്ച് ചെയ്യാൻ പ്രൊവിഷൻ ഉണ്ട്. കാരണം 61 നടന്നല്ലേ, ബാങ്ക് അത് അക്സെപ്റ്റ് ചെയ്യും. അതൊക്കെ നമ്മൾ ലീഗൽ നോക്കിയിട്ടല്ലേ എടുക്കും. ശരി, അതൊരു വലിയ സൗകര്യമാണ്. ഇത്രയും സൗകര്യത്തോട് കൂടി ഒരു പ്ലോട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത് എവിടെ കിട്ടാനാണ്? അല്ല, കിട്ടും. അത് വിലയാണ്, സൗകര്യവും വിലയുമാണ്. അതെ, ഇപ്പം സൗകര്യവും വിലയും മറ്റ് സംഗതികൾ നോക്കിയാൽ അത് നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യൂ. അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പാർട്ടി വന്ന് അവർ വിഷമിക്കില്ലേ? നമുക്കിത് വിൽക്കാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ നമുക്ക് വിൽക്കാനോ ഇട്ടിരിക്കുന്ന പ്രോപ്പർട്ടികളെ കുറിച്ച് വിശദമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമ്മുടെ പ്രൈം റിയൽറ്റി ചാനലിന് സാധിക്കും. അത്തരം വീഡിയോസ് എടുക്കാനും അറിയിക്കാനും വേണ്ടിയിട്ട് താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഈ നമ്പറിൽ ബന്ധപ്പെടാൻ ഒട്ടും മടിക്കണ്ട. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. Thanks for watching Prime Realty, defining quality spaces.